ഹലോ ദി സട്ടിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിംഗ് എഫ് ബൈ മാർക്ക് മാൻസൺ. ഒരു പക്ഷേ ലോകചരിത്രത്തിലെ ആദ്യത്തെ പുസ്തകമായിരിക്കാം നെഗറ്റീവ് പേര് കൊണ്ട് ഒരു പോസിറ്റീവ് ബുക്ക്, അതുപോലെ തന്നെ അതിലെ കോണ്ടൻറ്റും. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ചെറു കാലഘട്ടം അനാവശ്യ കാര്യങ്ങളിൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ കിട്ടുന്ന ഓരോ മൊമെൻറ്റും ക്വാളിറ്റി ലൈഫ് ഓർ എങ്ങനെ എൻജോയ് ചെയ്യാം എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഈ പുസ്തകം. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പ് 3 പോയിൻറ്റ്സ് ഫ്രം ദിസ് ബുക്ക്. ഇതിലെ ഒരു പോയിൻ്റെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് വരുത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. സോ പ്ലീസ് വാച്ച് ഫുള്ളി. വെൽക്കം. Point number 1, whether you realize it or not, you are always choosing what to go F about. ഇവിടെ മാർക്ക് മാൻസൺ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ചോയ്സ് ഉണ്ട്. അത് ചെറിയ സിറ്റുവേഷൻ ആയിരിക്കും, വലിയ സിറ്റുവേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ എപ്പോഴും എണീക്കണം, എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതുപോലെ ഏത് കോളേജിൽ ജോയിൻ ചെയ്യണം, അവിടെ എങ്ങനെ ഐ ലവ് യു പറയണം, ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ. ഇൻ എസെൻസ് യു മേക്ക് ചോയ്സസ് മേക്സ് യു. സോ നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സും നമ്മൾ അവെയർ ആയിരിക്കുക, കോൺഷ്യസ് ആയിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ ആക്ടിവിറ്റിയുടെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ബട്ട് റിമെമ്പർ ദ ഗ്രേറ്റസ്റ്റ് പവർ കംസ് ഫ്രം ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി. സോ പോയിന്റ് നമ്പർ 2, ഹാപ്പിനെസ് ഈസ് എ പ്രോബ്ലം. നമ്മളെല്ലാവരും മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ആഗ്രഹിക്കുന്നതാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹാപ്പി ആയിട്ടുള്ള ലൈഫ്. പക്ഷേ ഓദർ പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇൻഫാക്റ്റ് നമ്മൾ നല്ല പ്രശ്നങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് വേണ്ടത്. ബിക്കോസ് ഹാപ്പിനെസ് കംസ് ഫ്രം സോൾവിങ് പ്രോബ്ലംസ്. ഐ റിപ്പീറ്റ്, ഹാപ്പിനെസ് കംസ് ഫ്രം സോൾവിങ് പ്രോബ്ലംസ്. സപ്പോസ് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയൊരു ലക്ഷറി ലൈഫ് നമുക്ക് കിട്ടും, വലിയ ബംഗ്ലാവ്, കാർ, ഇതൊക്കെ ഓഫ്കോഴ്സ് കിട്ടിയാൽ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, പിന്നെ എന്തായിരിക്കും അവസ്ഥ, പഴയ പോലെ ആയിരിക്കും. സോ ടു ബി ഹാപ്പി വി നീഡ് സംതിങ് ടു സോൾവ്. ശ്രീ ടാഗോറിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് ഇനി പ്രശ്നങ്ങളൊന്നും തരില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പ്രശ്നങ്ങൾ തന്നാലും അതിന് നേരിടാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ എന്നാണ്. സോ കൂടുതൽ ഹാപ്പി ആയിരിക്കാൻ കൂടുതൽ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവട്ടെ. സോ പോയിന്റ് നമ്പർ 3, ഫെയിലിയർ ഈസ് ദി വേ ഫോർവേഡ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മിഥ്യാധാരണയാണ് തോൽക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നുള്ളത്. പക്ഷേ ലോകത്ത് ഇന്നേ വരെ ഉന്നത വിജയം നേടിയിട്ട് എല്ലാ വ്യക്തികളും തോറ്റിട്ടുള്ളവരാണ്. നിങ്ങൾക്കറിയാം, എബ്രഹാം ലിങ്കൺ, അദ്ദേഹം തൻ്റെ 26-ാം വയസ്സിൽ മത്സരിക്കാൻ തുടങ്ങിയിട്ട് 52-ാം വയസ്സിലാണ് അമേരിക്കൻ പ്രസിഡൻ്റ് ആകുന്നത്. അതുവരെ അദ്ദേഹം തോൽവികൾ ഏറ്റുവാങ്ങുകയായിരുന്നു. അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹം തൻ്റെ 1000 തവണ പരീക്ഷ നടത്തിയിട്ടാണ് അദ്ദേഹം 1001ാമത്തെ തവണയാണ് ബൾബ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പ്രശസ്തമായ വാചകമുണ്ട്, 1000 തവണ ഒരു ബൾബ് എങ്ങനെ ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം പഠിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, ധീരുഭായ് അംബാനി, സ്റ്റീവ് ജോബ്സ്, ജാക്ക് മാ, ഇവർക്കെല്ലാം തോൽവികൾ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ്. അതുപോലെ തന്നെ മാർക്ക് മാൻസൺ ഈ പുസ്തകത്തിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുന്നുണ്ട്. പാബ്ലോ പിക്കാസോ ഒരു കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിക്കുകയാണ്. തൊട്ടരികത്തെ ടേബിളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കോഫി കുടിക്കുന്നതിനിടയിൽ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു പേപ്പറും പെൻസിലും എടുത്ത് ചിത്രം വരയ്ക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കോഫി കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം ആ ഷോപ്പ് ലീവ് ചെയ്യുമ്പം ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ വരച്ച ചിത്രം ഒന്ന് എനിക്ക് തരുമോ, അതിന് നല്ലൊരു എമൗണ്ട് ഞാൻ തരാം. പിക്കാസോ റീപ്ലൈ ചെയ്തു, തീർച്ചയായിട്ടും $20,000. ഇത് കേട്ട് നെട്ടിയ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ 2 മിനിറ്റ് എടുത്ത് വരച്ച ചിത്രത്തിനാണോ ഞാൻ $20,000 തരേണ്ടത്? പിക്കാസോ റിപ്ലൈ ചെയ്തു, മാഡം, ഇങ്ങനൊരു ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞ 60 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനൊരു ചിത്രം എനിക്ക് വരയ്ക്കാൻ പറ്റിയത്. സോ ഫ്രണ്ട്സ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ എനിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ thousands ഓഫ് ടൈനി ഫെയിലിയർ. അതുപോലെ തന്നെ CA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഒരുപാട് ഫെയിലിയർ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എന്നെ വിജയത്തിലേക്കാണ് എത്തിച്ചത്. നമ്മൾ തോൽക്കുമ്പോഴെല്ലാം നമ്മളെ കളിയാക്കാനും ചീത്ത പറയാനും ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അവർക്കറിയില്ല നമ്മൾ വീണത് ഉയർത്തെഴുന്നേൽക്കാനാണെന്നുള്ളത്. സോ ഫ്രണ്ട്സ്, ജയിക്കുന്നത് വരെ തോൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കുക. ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൻ്റെ സമ്മറിക്കായിട്ട് നിങ്ങൾക്ക് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.